എന്തിനാ? ഇത് തന്നെ ഇത് അത് തന്നെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോണ എന്താന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലെ ഓണപ്രോഗ്രാമാണ്. ഓണപ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാട്ടോ ടൈം കിട്ടിയേ. കാരണം നമുക്കിപ്പോൾ ഇന്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. സോ ഡ്യൂട്ടിയും എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ആകെ സമയമില്ലാതിരിക്കുകയാണ്. സോ മുന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് അല്ല, പുതിയ വീഡിയോസ് എല്ലാം നമ്മുടെ പെയിന്റിംഗ് ആയിട്ട് തന്നെ കിടക്കാം. അപ്പം നമ്മുടെ ഓണപ്രോഗ്രാം ആട്ടോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്താട്ടോ ഓണപ്രോഗ്രാമിന് വേണ്ടി കോളേജിലോട്ട് പോയത്. ഇവിടുന്ന് ഒരു 1 hour ഒരു 1.5 hour ട്രാവൽ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ കോളേജിലോട്ട് പോയി. പിറ്റേ ദിവസമായിരുന്നു ഓണ പ്രോഗ്രാം. അങ്ങനെ നമ്മുടെ ജൂനിയേഴ്സ് ആട്ടോ ഓണ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ജസ്റ്റ് അവിടെ പോയി എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അന്ന് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ജൂനിയേഴ്സിന്റെ ഡാൻസ് ആട്ടോ, അവരുടെ ഫ്ലാഷ് മൂവ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഡാൻസ് ഒക്കെ നമ്മൾ കണ്ട് അവിടെ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. ചെണ്ടമേളം നമ്മൾ കൊല്ലത്തുനിന്ന്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നാണ് വരുത്തിയിട്ട്, തമിഴ്നാട്ടിലാണ് പ്രോഗ്രാം. കേരളത്തിൽ നിന്നാണ് വരുത്തുന്നത്, അത് നമ്മുടെ കൊല്ലത്തുനിന്ന്. അതും എൻ്റെ അടുത്ത സ്ഥലത്തു നിന്നാട്ടോ, അത് കുട്ടിക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഓണത്തിനുള്ള ചെണ്ട വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കുറച്ച് കോലാഹലങ്ങളാണ്. ഞങ്ങളുടെ ലാസ്റ്റ് ഓണം കേട്ടോ, ഞങ്ങളുടെ ഫൈനൽ ഇയർ ആയിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ഓണ പ്രോഗ്രാമാണ്. ഇവിടെ വന്നിട്ട് 4ാമത്തെ ഓണ പ്രോഗ്രാമാണ്. ഞങ്ങളായി കോളേജിലെ ഫസ്റ്റ് മലയാളി ബാച്ച്, ഫസ്റ്റ് മലയാളി ബാച്ച് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങാൻ പോവുകയാണ്. ഇതാട്ടോ ഞങ്ങളുടെ ഇക്ക എല്ലാവരും മുത്താണ്, സ്വത്താണ്, ഞങ്ങളുടെ എല്ലാമാണ്, ഓടിനാളാണ് ഞങ്ങളുടെ ഇക്ക ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ആ കോളേജിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് പോലും. ഇക്കയില്ലാതെ നമ്മുടെ കോളേജ് ഭയങ്കര ബോറായി പോയാണ്. ഇക്കാണ് നമുക്കവിടെ അഡ്മിഷൻ എടുത്തു തന്നത്. ഇക്കാണ് ഇതുവരെ നമ്മുടെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നത്. ഞങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലാണ് ഞങ്ങളുടെ ഇക്ക. അപ്പോൾ ഇക്കാണ് ഈ ഓണ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പ്രോഗ്രാമിലോട്ട് കിടക്കും. അങ്ങനെ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അത്തപ്പൂക്കള മത്സരം തുടങ്ങും. നമ്മൾ നേരത്തെ കുറച്ച് എമൗണ്ട് ഫിക്സ് ചെയ്തേക്കുക, അതനുസരിച്ച് പൂക്കള വാങ്ങി മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 hours ആട്ടോ പൂക്കള മത്സരം. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് പൂക്കളത്തിന്റെ മത്സരം കഴിഞ്ഞതിന് ശേഷം പ്രസന്റേഷനും എല്ലാം നോക്കിയിട്ട് നമ്മൾ ജഡ്ജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ റിസൾട്ട് ലാസ്റ്റ് DJക്കായിട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇതായിട്ട് നമ്മുടെ ഒരു ബാച്ച് ഇട്ടേക്കുന്ന പൂക്കളം. വേറെ ബാച്ച് വേറെ കോളേജിലാണ്. അതായത് ഞങ്ങൾക്ക് കുറേ കോളേജ് ഉണ്ട്. ആർട്സ് കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, നഴ്സിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കോളേജ് ചേർന്നൊരു കോമ്പൗണ്ട് ആട്ടോ നമ്മുടേത്. പിള്ളേരൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യുന്നത്, പക്ഷെ ഈ വർഷം നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. കാരണം ഓണപ്രോഗ്രാം തലേന്നാണ് നമ്മളവിടെ ചെന്നത് പോലും. സാധാരണ ഞങ്ങളാണ് ഇക്കടെ കൂടെ എല്ലാം നിന്ന് ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്ത് ഫുൾ ഓണാണ്. ഒരു മാസത്തേക്ക് നമ്മൾ അതിന്റെ പുറകിലായിരിക്കും. പക്ഷെ ഈ വട്ടം നമുക്ക് അതിനൊന്നും പറ്റിയിട്ടില്ല. എന്താണെന്നും പറയാൻ പറ്റത്തില്ല. ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് നമ്മൾക്ക് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. സോ അങ്ങനെ നമുക്ക് വരാൻ പറ്റാതായിപ്പോയി. പക്ഷെ സൂപ്പറായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഓണമായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത്, ഒരുപാട് കരഞ്ഞു, അതൊക്കെ. അങ്ങനെ ഇതാട്ടോ ഞങ്ങളിക്ക പൊന്നാട അണിയിക്കുക കേട്ടോ, അവിടുത്തെ സാർമാരെല്ലാം കൂടെ ചേർന്ന്. അതിനുശേഷം നമ്മൾ നേരെ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാട്ടോ. കേരള സദ്യയാണ് നമ്മുടെ കോളേജ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇക്കാട്ടോ അറേഞ്ച് ചെയ്യുന്നതെല്ലാം. അങ്ങനെ നമ്മളെല്ലാവരും അറേഞ്ച് ആയിട്ടുണ്ട്. ഇത് മെസ് ഹോൾ ആട്ടോ, നമ്മൾ അവിടെ അറേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ചെണ്ടക്കാരും നമ്മുടെ പിള്ളേരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മുടെ ഓണസദ്യ കഴിക്കാൻ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിശന്നിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചിപ്സൊക്കെ കൊണ്ടുവന്ന് ആദ്യമേ തിന്ന് തീർത്തിട്ട് രണ്ടാമത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് എന്താ ഇമോഷണലി കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരുന്നു ഇത്. സോ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള, വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. സോ നമുക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ അവിയലും പച്ചടി കിച്ചടി തോരനും എല്ലാം വന്നിട്ടുണ്ട്. അവസാനം നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. ഇതിനാലും നമ്മൾ വെയിറ്റ് ചെയ്ത അവസാനം ചോറ് വന്നു. പിന്നെ നമുക്ക് പരിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചോറിന് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ പരിപ്പും ചോറും ഫസ്റ്റ് വന്നു. പിന്നെ നമ്മുടെ സാമ്പാർ വന്നു. പിന്നെ ലാസ്റ്റ് മോര്, പച്ചമോര്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് ഫുഡ് അടിച്ചിട്ടുണ്ട്. നല്ല വിശന്നിരിക്കായിരുന്നു. സോ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കലൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സും ദിവസവുമായിരുന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വാരിക്കൊടുക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മുടെ പായസം വന്നു. 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ആദ്യം നമ്മുടെ സേമിയ പായസം വന്നു, നമ്മുടെ വെള്ളപ്പായസം.
വെള്ളപ്പായസം വന്നതിന് ശേഷം നമുക്ക് അടപ്പായസം വന്നിട്ടുണ്ട്. അത് കുറച്ച് ലേറ്റ് ആയിട്ടോ വന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇക്ക വന്നിട്ടുണ്ട്. ഇക്കാക്ക് നമ്മൾ വാരിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ വാരിക്കൊടുപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ടാട്ടോ പോണത്. ഇനിയുള്ള കാഴ്ചകളെല്ലാം നമ്മുടെ നൈറ്റ് ആട്ടോ. ഇതോടുകൂടി നമ്മുടെ ഓണ പ്രോഗ്രാമിന്റെ മോർണിംഗ് വൈബ്. നൈറ്റ് നമുക്ക് DJ ഉണ്ട് ഗായ്സ്. DJയും ചെണ്ടമേളം ആട്ടോ നമ്മുടെ ഓണത്തിന്റെ ഹൈലൈറ്റ്. അപ്പം നമുക്ക് പിന്നെ കാണാവേ.